വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അത് ശരിയാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അതും ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഉപരാഷ്ട്രപതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ 2ാമത്തെ പൗരനാണ് ഉപരാഷ്ട്രപതി. വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്നാണ്. രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷനാണ് ആര്? വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റിനെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് വഴിയാണ്. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് നോക്കാം. എല്ലാ ലോകസഭാ അംഗങ്ങളും എല്ലാ രാജ്യസഭാ അംഗങ്ങളും, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടതും നോമിനേറ്റ് ചെയ്യപ്പെട്ടതുമായ എല്ലാ പാർലമെന്റ് അംഗങ്ങളും ചേർന്ന ഇലക്ട്രൽ കോളേജാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ്. അതിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭാ അംഗങ്ങളും ഉൾപ്പെടും. എന്നാൽ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് സംസ്ഥാനങ്ങളിലെ നിയമസഭാ അംഗങ്ങൾക്ക് വോട്ടവകാശമില്ല. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശൂരാണ്. ആ പ്രസ്താവന ശരിയാണ്. കില ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ്. അതും ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഇനി കിലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. കിലയുടെ ആസ്ഥാനം തൃശൂര് മുളങ്ങുന്നത്ത് കാവാണ്. സ്ഥാപിതമായ വർഷം 1990. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കില. കിലയുടെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവന കിർറ്റാഡ്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ബാക്കി 2 പ്രസ്താവനകളും തെറ്റാണ്. നമുക്ക് കിർറ്റാഡ്സിനെ പറ്റി നോക്കാം. കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് കിർറ്റാഡ്സ്. കിർറ്റാഡ്സിന്റെ ഫുൾ ഫോം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1ാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അത് ശരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ശ്രീമതി സുഗതകുമാരിയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. നെക്സ്റ്റ്, വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രനാണ്. ആ പ്രസ്താവന തെറ്റാണ്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ P. സതീദേവിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓൺലി 1 ആൻഡ് 2. വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി, 2ാമത്തെ ചെയർപേഴ്സൺ D. ശ്രീദേവി. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. കേരള വനിതാ കമ്മീഷന്റെ കാലാവധി, ചെയർപേഴ്സന്റെ കാലാവധി 5 വർഷം. കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് ശ്രീ ശക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? പ്ലാനിംഗ് ബോർഡ് കമ്മീഷന്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. അത് ശരിയാണ്. പ്ലാനിംഗ് ബോർഡ് എക്സ്പെർട്ട് പാർട്ട് ടൈം മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ആ പ്രസ്താവനയും ശരിയാണ്. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ബോർഡിന്റെ പ്രധാന ചുമതല. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
52-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു. അത് ശരിയാണ്. 91-ാം ഭേദഗതി കൂറുമാറ്റ നിരോധനത്തിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി. ആ പ്രസ്താവനയും ശരിയാണ്. സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. 52-ാം ഭേദഗതി പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം 1985. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗുമായിരുന്നു. അതിൽ 52-ാം ഭേദഗതി പ്രകാരം പ്രധാനമായും മാറ്റം സംഭവിച്ച 2 അനുച്ഛേദങ്ങളാണ് 102 191. 102 പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ചും 191 നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയുമായിരുന്നു. 52-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് 10ാമത്തെ പട്ടിക. 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനാണ് 91-ാം ഭേദഗതി നിലവിൽ വന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായിരുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 91-ാം ഭേദഗതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 91-ാം ഭേദഗതി പാർലമെന്റിൽ പാസായ വർഷം 2003, അംഗീകരിച്ചത് 2004 ജനുവരി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സർദാർ KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ നോക്കാം. കേരളം മലയാളികളുടെ മാതൃഭൂമി, ഗാന്ധിയും ഗാന്ധിസവും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, മാർക്സിസം ഒരു പാഠപുസ്തകം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1920 to 1988, നെഹ്റു, ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. 1957 ഏപ്രിൽ 5 നിലവിൽ വന്ന 1ാം മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം 2ാമത് മുഖ്യമന്ത്രിയായത് 1967 അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് തന്നെയാണ്. EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് പ്രഭാതം. 1934 ഈ പത്രം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഇന്ത്യ, ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കാൺപൂർ. നേതാക്കളും അവരുടെ കേന്ദ്രങ്ങളും നോക്കാം. ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ, അവരുടെ കേന്ദ്രം ഡൽഹിയായിരുന്നു. റാണി ലക്ഷ്മിബായ് ഝാൻസി, മീററ്റില് കദം സിംഗ്, മധുര ദേവി സിംഗ്, അലഹബാദില് ലിയാഖത്ത് അലി, ഹരിയാന റാവു തുലാം റാം. നെക്സ്റ്റ്, ആസാം മണിറാം ദത്ത, ബീഹാർ ജഗദീഷ്പൂർ ആര. ഈ 3 സ്ഥലങ്ങളിലും കൺവർ സിംഗ് ആയിരുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1775 2ാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫിലാഡൽഫിയ. നമുക്ക് നോക്കാം. 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774, നടന്ന സ്ഥലം ഫിലാഡൽഫിയ. 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനിയാണ് ജോർജിയ. 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 75 ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു. അതിന്റെ സൈന്യത്തിന്റെ തലവനായിരുന്നത് ജോർജ് വാഷിംഗ്ടൺ ആണ്. 3ാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1776. 3ാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഡേറ്റ് അടക്കം നോക്കി വയ്ക്കണം. 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും ആയിരുന്നു. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.